നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി അധികം ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും. ഓക്കെ, ഒരു പുതിയ അട്രാക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർക്ക് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ നാച്ചുറലി അവർ നിങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ നിങ്ങളെ പരിചയമുള്ള ആൾക്കാരോട് ഇവർ നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയാമെന്ന് നോക്കിയാലോ. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളാണ് അവർ. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളെപ്പറ്റി പറയുന്ന അഭിപ്രായം എന്തായിരിക്കും എന്ന് നോക്കിയാലോ. അതേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് ചുരുക്കി പറഞ്ഞു കേട്ടോ. കാസി ഷഫിൾഡാണേ. ജഡ്ജ്മെൻറ്റ്, ഓഹോ അത് ശരി. കിങ് ഓഫ് സ്വാർഡ്സ്, ഹെറോഫന്റ്, the star, okay, 10 of wands, okay, 6 of pentacles, queen of pentacles, 4 of wands, 9 of pentacles, bottom of the deck, okay. ആദ്യം തന്നെ അവർ പറയും ദൈവഭക്തിയൊക്കെ നല്ലപോലുള്ള പേഴ്സൺ ആണെന്ന് പറയും കേട്ടോ. അന്യായമായിട്ട് യാതൊന്നും പ്രവർത്തിക്കില്ല, ഓക്കെ എന്നുള്ള രീതിയിൽ നിങ്ങളെ പരിചയമുള്ള ആൾക്കാർ അവരുടെ പറയും. ദൈവഭക്തി സ്പിരിച്വലായിട്ട് നല്ല സ്പിരിച്വലായിട്ടുള്ള കുട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയും, ഓക്കെ. രണ്ടാമത് കിങ് ഓഫ് സോർട്സ് വെച്ച് ഇത്തിരി പിടിവാശിയൊക്കെയുള്ള കൂട്ടത്തിലാണ് എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ അതിനുവേണ്ടി വാശി പിടിക്കാറുണ്ട്, ഇച്ചിരി പിടിവാശിയൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ള രീതിയിലും അഭിപ്രായം പറയും. എയറോഫൻ്റെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ബാക്കിയുള്ളവരെ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയും. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ്, ദൈവഭയം നല്ലപോലുള്ള വ്യക്തിയാണ്. അതേപോലെ ചിലപ്പോൾ പറയാം നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അതും അവർ പറയും. ഒരു മാരീഡാണ്, അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാനും സാധ്യതയുണ്ട് കേട്ടോ. റിലീജിയസ്ലി വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് എന്നും പറയാൻ സാധ്യതയുണ്ട്, ഓക്കെ. ഇത് സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ലക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്നും ഇവർ പറയും. നിങ്ങൾ വന്നതിന് ശേഷമാണ്, ഇപ്പം പറയില്ലേ ആ കുട്ടി വന്നതിന് ശേഷമാണ് അവരുടെ വീട്ടിൽ ഇത്രയും ലക്ക് ഉണ്ടായത്, നല്ല കാര്യങ്ങൾ നടന്നത് എന്നുള്ള രീതിയിൽ പറയും. അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവർ എപ്പോഴും പറയാറുണ്ട് ഇവർ വന്നതിന് ശേഷമാണ് നല്ല കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടും കാണുന്നു. ഒരുപാട് യാത്രകൾ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നും പറയാൻ സാധ്യതയുണ്ട്, ഓക്കെ. അവരെപ്പോഴും യാത്രയിലാണ്, യാത്രകൾ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ എപ്പോഴും പെട്ടി പാക്ക് ചെയ്ത് വെച്ചേക്കും എന്നുള്ള രീതിയിൽ പറയാനും സാധ്യതയുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ച് വന്നാൽ ഇല്ല എന്ന് പറയില്ല. ഞങ്ങളെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കൈ അയഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ എന്ന് അവർ പറയാൻ സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് സ്വയം ജോലിയിൽ നല്ല നിലയിലിരിക്കുന്ന വ്യക്തിയാണ് എന്നും പറയാൻ സാധ്യതയുണ്ട്. അവർ ജോബിലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആണല്ലോ എന്നുള്ള രീതിയിൽ, നല്ല കഴിവുള്ള കുട്ടികളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ. ചിലരെയൊക്കെ ജോലിയിലൊക്കെ ഭയങ്കര കഴിവാണ്, സേവിങ്സിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്, നല്ല രീതിയിൽ ജോബും കരിയറും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് എന്ന് പറയില്ലേ, അങ്ങനെയും പറയാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു ഇവന്റിലൊക്കെ നിങ്ങൾ ചെന്ന് കയറുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. ഇങ്ങനെ ചടഞ്ഞ ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സംസാരം കളിച്ചിരി ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ ഇവർ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ആ കൊച്ചു വരുമ്പോഴാണ് അവിടെ ഒരു ജീവൻ വെക്കുന്നത് എന്ന് പറയില്ലേ, ആ രീതിയിൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ, ഓൾ ഇൻ ഓൾ ആയിട്ട് അവിടെ അങ്ങ് കൂടും, ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അവിടെ അങ്ങ് കൂടും, അത് പറയാൻ സാധ്യതയുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വളരെ കാര്യപ്രാപ്തിയുള്ള സെൽഫ് റെസ്പെക്റ്റ് വളരെയധികം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും പറയും. ആ ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറയും അവർ എന്നുള്ള രീതിയിലും അവർ പറയാൻ സാധ്യതയുണ്ട് കേട്ടോ.